അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയില് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട നടനാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ധാരാളം സിനിമകൾ അനൗൺസ് ചെയ്തതിന് ശേഷം അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കുറച്ച് ചിത്രങ്ങൾ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമ ഫാഡ്സ് അല്ലാതെ പുതുതായി ഇറങ്ങുന്ന സിനിമകളുടെ എല്ലാം ഒപ്പീനിയൻ വീഡിയോസും ഞാൻ ഇതിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇതിനു മുൻപ് ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ കാണണമെന്നുള്ളവർക്കും ചാനലിൽ കയറി ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സിനിമ രഘുപതി രാഘവ രാജാറാം. ഈ ലെജൻഡറി സംവിധായകരിൽ ഒരാളായിട്ടുള്ള ഷാജി കൈലാസും പൃഥ്വിരാജും കൂടി ആദ്യമായി ഒന്നിക്കാനിരുന്നൊരു മൂവിയാണ് ഈ പറയുന്ന രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്നത്. ഈ ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം നിർത്തിവെച്ച മൂവികളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മൂവി കൂടിയാണിത്. ഏകദേശം 10 ദിവസത്തെ ഷൂട്ടിംഗ് ഇതിന്റെ കംപ്ലീറ്റ് ആയിരുന്നു. എന്നിട്ടാണ് ഈ സിനിമ ഉപേക്ഷിക്കപ്പെട്ടത്. ഈ പേര് സൂചിപ്പിക്കും പോലെ തന്നെ രഘുപതി രാഘവ രാജാറാം, ഇത്തരത്തിൽ ഈ 3 പേരുകളിൽ ഒരു ട്രിപ്പിൾ റോളിലായിരുന്നു പൃഥ്വിരാജ് ഇതിൽ വന്നിരുന്നത്. ഇതിൽ രഘുപതി എന്ന് പറയുന്ന ഒരാൾ ഒരു സൈക്കാട്രിസ്റ്റും, അതുപോലെ രാഘവ എന്ന് പറയുന്ന ഒരാൾ ഒരു പോലീസ് ഓഫീസറും, അതുപോലെ രാജാറാം എന്ന് പറയുന്ന ഒരാൾ ഒരു ഡോണുമായിട്ടാണ് ഈ ചിത്രത്തിൽ വന്നിരുന്നത്. 2009 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. ഇതിന്റെ ഒരു പ്രധാന കഥാപാത്രമായി നായികമാരായിട്ട് വന്നിരുന്നത് സമൃദ്ധ സുനിലും അതുപോലെ റീമ കല്ലിങ്കലുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പാട്ട് സീൻ ഉൾപ്പെടെ ചിത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തതിനു ശേഷം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ ഉപേക്ഷിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം എന്ന് വ്യക്തമായിട്ട് അറിയില്ല. എന്തേലൊക്കെ കാരണം ഉണ്ടായിരിക്കില്ലേ. AK സാജനായിരുന്നു ഈ സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരുന്നത്. എന്തൊക്കെയായാലും ഈ സിനിമയ്ക്ക് മുൻപോ അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് ശേഷമോ പൃഥ്വിരാജ് ഒരു ട്രിപ്പിൾ റോളിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള കാര്യം മറ്റൊരു സംഭവമാണ്. അടുത്ത മൂവി കസിൻസ്. നമ്മൾ കണ്ടിട്ടുള്ള മറ്റേ കസിൻസ് അല്ല കേട്ടോ, ഇത് വേറെ കസിൻസ് ആണ്. നമ്മുടെ മോഹൻലാലും അതുപോലെ തന്നെ പൃഥ്വിരാജും ആദ്യമായി ഒന്നിക്കാനിരുന്നൊരു സിനിമയാണ് കസിൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ സംവിധായകനായിക്കോട്ടെ മറ്റൊരു ലെജൻഡറി സംവിധായകനായിട്ടുള്ള ലാൽ ജോസ് ആയിരുന്നു. 2009 അനൗൺസ് ചെയ്തൊരു ചിത്രമാണിത്. ഇക്ബാൽ കുറ്റിപ്പർ ആണ് ഇതിന്റെ രചന നിർവഹിച്ചിരുന്നത്. ഈ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇതിൽ പൃഥ്വിരാജും മോഹൻലാലും കസിൻസ് ആയിരുന്നു. ഒരു അപകടത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും നഷ്ടപ്പെട്ട ഒരാൾക്കാരാണ് ഈ പൃഥ്വിരാജും മോഹൻലാലും എന്ന് പറയുന്നത്. അവർക്ക് മറ്റു ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ബോണ്ട് അത്രയും ശക്തമായിരുന്നു. അപ്പോൾ അവരങ്ങനെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരാൾക്ക് നഗരത്തിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ പോയി നഗരത്തിൽ നിന്നും കുറച്ച് കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു കസിൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ നടക്കാതെ പോയി. ഈ സിനിമ ഷൂട്ടിംഗ് ഒന്നും ആരംഭിച്ചില്ല കേട്ടോ. അനൗൺസ് ചെയ്തതിന് ശേഷം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. കുറെ കാലം ഈ സിനിമയെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പിന്നീട് അതും അങ്ങനെ നിലച്ചു. അടുത്തതായി 2016 അനൗൺസ് ചെയ്ത ഒരു ചിത്രമാണ്. ലെജൻഡറി സംവിധായകൻ ഹരിഹരൻ സാറ് പൃഥ്വിരാജുമായി ഒന്നിക്കാനിരുന്ന ഒരു സിനിമയായിരുന്നു ചെമന്തകം എന്ന് പറയുന്നത്. ഈ ചെമന്തകം എന്ന് പറയുന്നത് ഒരു പുരാണവുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ്. ശ്രീകൃഷ്ണൻ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ്. അപ്പൊ അറിയാവുന്നവർ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിൽ ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് വന്നിരുന്നത്. ഇത് ഒരു പുരാണ കഥ പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയൊരു ചിലവിൽ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ടായിരുന്നു അന്നത് പ്രഖ്യാപിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ക്രൂ ആയിക്കോട്ടെ AR റഹ്മാൻ, റസുൽ പൂക്കുട്ടി, അങ്ങനെ ധാരാളം ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഹരിഹരൻ സാർ പുതിയ സിനിമ പൃഥ്വിരാജുമായി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ് ധാരാളം പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ഇത്. എന്നാൽ കുറെ കാലം, ഏകദേശം 1 വർഷത്തോളം ഇതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ ഈ സിനിമ ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നു. എന്നാൽ പിന്നീട് സംവിധായകൻ ഇത് ഉപേക്ഷിച്ചിട്ടില്ല. ഇത് പല ഭാഷകളിൽ ഇറക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് കുറച്ചധികം സമയം എടുക്കുന്നതാണ് എന്നാണ് ഇതിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു റിപ്ലൈ എന്ന് പറയുന്നത്. എന്നാൽ അപ്പോൾ അത് ജനങ്ങളും വിശ്വസിച്ചു. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ചൊരു വിവരവും ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല എന്നതാണ് സത്യം. അടുത്ത സിനിമ കർണൻ. 2016 അനൗൺസ് ചെയ്തൊരു സിനിമയാണ് കർണൻ എന്ന് പറയുന്നതും. ഈ ഇന്ന് നിന്റെ മൊയ്തീന്റെ വിജയത്തിന് ശേഷം RS വിമൽ അടുത്തതായി സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു മൂവിയായിരുന്നു കർണൻ. അതിലെ പ്രധാന കഥാപാത്രമായി വന്നിരുന്നത് പൃഥ്വിരാജ് ആയിരുന്നു. അറിയാലോ, കർണനായിട്ട് വരാനുള്ള ഒരു ബോഡിയും ഫിറ്റ്നസ് ഒക്കെ പൃഥ്വിരാജിന് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വന്നിരുന്നെങ്കിൽ നന്നായേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പേഴ്സണലി തോന്നിയൊരു സിനിമ കൂടിയാണിത്. എന്നാൽ ഇതും പിന്നീട് ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. വളരെ വലിയൊരു ബഡ്ജറ്റ് ആവശ്യമുള്ള ഒരു സിനിമയായിരുന്നു അത്. അന്ന് അതിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞത് 300 കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ്. ഞാൻ പറയുന്നത് 2016 കാര്യമാണ്. ഇത് പുലിമുരുകൻ പോലും ഇറങ്ങുന്നതിന് മുൻപേ അനൗൺസ് ചെയ്തൊരു ചിത്രമാണ്. അപ്പോൾ ഈ 300 കോടി എന്ന് പറഞ്ഞത് മുതൽ ജനങ്ങൾക്കിടയിൽ ഇത് വളരെ വലിയൊരു തള്ളാണെന്നും ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഈ സിനിമയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് സിനിമ ഉപേക്ഷിക്കുക കൂടി ചെയ്തത്. മാമാങ്കത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള വേണു കുന്നപ്പുള്ളിയായിരുന്നു ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരുന്നത് ഗോപി സുന്ദറായിരുന്നു. ഈ ചിത്രത്തിന്റെ മോഷൻ പോസ്റ്ററൊക്കെ അന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും യൂട്യൂബിലുണ്ട്, പോയി നോക്കിയാൽ കാണാൻ പറ്റും.
എന്നാൽ പിന്നീട് കുറെ കാലങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് വരാതിരിക്കുകയും എന്നാൽ വിവാദങ്ങൾ ഇങ്ങനെ തുടരെ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതേ RS വിമൽ നമ്മുടെ മഹാവീര കർണൻ എന്ന പേരിൽ വിക്രമിനെ നായകനാക്കി സിനിമ അനൗൺസ് ചെയ്യുകയായിരുന്നു. അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുകയും അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഉൾപ്പെടെയുള്ള രംഗങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ചും ഒരു വിവരവും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ആ സിനിമ നടന്നിരുന്നെങ്കിൽ സത്യത്തിൽ വളരെ നന്നാവുമായിരുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ പൃഥ്വിരാജ് നായകനായി തന്നെ വരേണ്ട ഒരു മൂവി തന്നെയായിരുന്നു കർണൻ. എന്തൊക്കെ കാരണങ്ങൾ ആ സമയത്ത് ഇതിന്റെ പേരിൽ വന്നിരുന്നു. സംവിധായകനുമായി പൃഥ്വിരാജ് അടിയാണെന്നോ അത്തരത്തിലുള്ള പല രീതിയിലുള്ള റൂമേഴ്സ് ആ സമയത്ത് വന്നിരുന്നു. എന്താണ് സത്യം എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. അടുത്ത മൂവി വാരിയം കുന്നൻ. എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ആഷിഖ് കപൂർ പൃഥ്വിരാജുമായി ഒന്നിക്കാനിരുന്ന ഒരു സിനിമയായിരുന്നു വാരിയം കുന്നൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയിൽ നിന്ന് മാറി ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ, ഒരു പീരീഡ് മൂവി ആയിട്ടായിരുന്നു വാരിയം കുന്നൻ അനൗൺസ് ചെയ്തത്. അത് അന്നത്തെ മലബാർ വിപ്ലവ നായകനായിട്ടുള്ള കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹത്തിന്റെ പേര് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നാണെന്ന് കരുതുന്നു, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, കമന്റ്സിൽ രേഖപ്പെടുത്തുക. അദ്ദേഹത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമായിട്ടാണ് ഈ വാരിയം കുന്നൻ വന്നത്. അതിൽ കുഞ്ഞഹമ്മദ് ഹാജി എന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് പൃഥ്വിരാജ് വന്നിരുന്നത്. ഈ സിനിമയും പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. ഈ സിനിമയ്ക്കും ധാരാളം വിവാദങ്ങളൊക്കെ ആ സമയത്ത് വന്നിരുന്നു. പല രാഷ്ട്രീയപരമായിട്ടുള്ള പല വിവാദങ്ങളും ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുകയുണ്ടായി. പിന്നീട് ഇതിന്റെ തിരക്കഥാകൃത്ത് മാറുകയും പിന്നീട് ആഷിഖ് കപൂർ തന്നെ സിനിമയിൽ നിന്ന് മാറുകയും ചെയ്തു. എന്നാൽ വേണു കുന്നപ്പുള്ളി ഈ സിനിമ തീർച്ചയായും ഇറക്കുമെന്ന് പ്രഖ്യാപിക്കുകയും എന്നാൽ പിന്നീട് ഈ സിനിമയെക്കുറിച്ച് യാതൊരു വിവരം ലഭിക്കാതെ വരികയും ചെയ്തു. എങ്കിലും ഇതും വന്നിരുന്നെങ്കിൽ ഒരു നല്ല മൂവി ആയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പൃഥ്വിരാജ് അനൗൺസ് ചെയ്ത് എന്നാൽ പിന്നീട് നടക്കാതെ പോയ ചില സിനിമകൾ എന്ന് പറയുന്നത്. ഇനിയും ധാരാളം സിനിമകൾ, അതായത് ലൂയി ആറാമൻ, വേലുത്തമ്പി ദളവ, കുഞ്ചൻ നമ്പ്യാർ, ബ്യൂട്ടിഫുൾ ഗെയിം, അയ്യപ്പൻ, കറാച്ചി എന്നിങ്ങനെ ധാരാളം മൂവീസ് അദ്ദേഹം വേറെയും അനൗൺസ് ചെയ്തതിനു ശേഷം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പൃഥ്വിരാജ് ഉപേക്ഷിച്ച സിനിമകളെ കുറിച്ച് അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ചാനലിൽ പുതുതായി ഇറങ്ങുന്ന സിനിമകളുടെ മൂവി ഒപ്പീനിയൻസ് ഞാൻ രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവരും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.